Dear friends, once again welcome back to ARHU Info Plus YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് what are the various rules regarding consideration. In your previous video you learned in detail about what is consideration. You know, consideration is an essential element of a valid contract. An agreement without consideration is void and it is called nudum pactum. An agreement is not enforceable unless each party to it gets something. This something is called consideration for the promise. ഒരു കരാറിൽ ഉണ്ടായിരിക്കേണ്ട കൺസിഡറേഷൻ അഥവാ പ്രതിഫലം എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കേട്ടതാണ്. കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും എന്താണോ ബെനിഫിറ്റ് ലഭിക്കാൻ പോകുന്നത് ആ ഒരു ബെനിഫിറ്റാണ് കൺസിഡറേഷൻ. ഒരു കരാറിൻ്റെ നിയമസാധുതയ്ക്ക് കൺസിഡറേഷൻ അത്യന്താപേക്ഷിതമാണ്. കൺസിഡറേഷൻ ഇല്ലാത്ത കരാറുകൾക്ക് നിയമത്തിൽ വിളിക്കുന്ന പേരാണ് നുഡം പാക്റ്റം. ഓക്കെ, ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് വാട്ട് ആർ ദ വേരിയസ് റൂൾസ് റിഗാർഡിംഗ് കൺസിഡറേഷൻ. കൺസിഡറേഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. കൺസിഡറേഷൻ പാസ്റ്റ് ആവാം, പ്രസൻ്റ് ആവാം, ഫ്യൂച്ചർ ആവാം. എന്താണ് പാസ്റ്റ് കൺസിഡറേഷൻ? വെൻ കൺസിഡറേഷൻ ഓഫ് വൺ പാർട്ടി വാസ് ഗിവൺ ബിഫോർ ദ ഡേറ്റ് ഓഫ് പ്രോമിസ്, ഇറ്റ് ഈസ് കോൾഡ് പാസ്റ്റ് കൺസിഡറേഷൻ. കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രതിഫലം ഡേറ്റ് ഓഫ് പ്രോമിസിന് മുമ്പെയാണ് സംഭവിച്ചിരിക്കുന്നത്. അത്തരം കൺസിഡറേഷനാണ് പാസ്റ്റ് കൺസിഡറേഷൻ. ഇത് നിയമം അനുവദിക്കുന്നതാണ്, കരാർ സാധുതയുണ്ടാക്കാൻ സാധിക്കുന്നതുമാണ്. ഉദാഹരണത്തിന്, A does some work for B in June without request. In July, B agreed to pay him ₹100 for the work done. എ ബിക്ക് ഒരു വർക്ക് ചെയ്തു കൊടുത്തു. വർക്ക് ചെയ്തത് ജൂൺ മാസത്തിലാണ്, വിത്തൗട്ട് റിക്വസ്റ്റ്. ബി ആവശ്യപ്പെടാതെ വോളണ്ടറിലി എ ബിക്ക് വേണ്ടി ഒരു വർക്ക് ചെയ്തു കൊടുത്തു ജൂൺ മാസത്തിൽ. ഇതിന് പ്രതിഫലമെന്നോണം ജൂലൈ മാസത്തിൽ ബി ഒരു ₹100 നൽകാമെന്ന് എയോട് വാഗ്ദാനം ചെയ്യുകയാണ്. ഇവിടെ ബിയുടെ വാഗ്ദാനം, ഓഫർ എ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു എങ്കിൽ അവിടെ ഒരു കരാർ ഉണ്ട്, ഒരു വാലിഡ് കോൺട്രാക്റ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഒരാളുടെ പ്രതിഫലം പാസ്റ്റാണ്. ഓക്കെ, ബി ഇപ്പോൾ ₹100 കൊടുക്കണം. ആ ഒരു കൺസിഡറേഷൻ മാത്രമേ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ളൂ, ആ ഒരു പെർഫോമൻസ് മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ ബിയുടെ ബെനിഫിറ്റ്, ബിക്ക് കിട്ടാനുള്ള പ്രതിഫലം ഓൾറെഡി ലഭിച്ചു പോയിട്ടുണ്ട് എന്നതുകൊണ്ട് കരാർ സാധുതയില്ല എന്ന് പറയാൻ കഴിയില്ല. കൺസിഡറേഷൻ ക്യാൻ ബി പാസ്റ്റ് ആസ് പെർ ഇന്ത്യൻ ലോ. അടിവരയിട്ട് ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്, പാസ്റ്റ് കൺസിഡറേഷൻ എന്ന ഒരു കൺസെപ്റ്റ് ഇംഗ്ലീഷ് ലോയിൽ ഇല്ല. ഇംഗ്ലീഷ് ലോ പ്രകാരം ഇറ്റ് ഈസ് നോട്ട് വാലിഡ്. എന്നാൽ ഇന്ത്യൻ ലോ പ്രകാരം കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്. ഓക്കെ, മറ്റൊരു ഉദാഹരണം, ബി ഓസ് ₹100 to A. B promises to sell his watch to A for the debt. ബി എക്ക് ₹100 കൊടുക്കാനുണ്ട്. മുമ്പെങ്ങോ കടം വാങ്ങിയതാണ്. അപ്പോൾ അത് കിട്ടാതിരുന്നപ്പോൾ ബി പറയുകയാണ്, എൻ്റെ വാച്ച് പകരമായിട്ട് നിങ്ങൾക്ക് വിൽക്കാം, ₹100 തരാനുണ്ടല്ലോ, അതിന് പകരമായിട്ട് ബിയുടെ വാച്ച് എക്ക് വിൽക്കുകയാണ്. അങ്ങനെ ഒരു കരാറുണ്ടാക്കുന്ന സമയത്ത്
ഒരു കൺസിഡറേഷൻ. ഒരാളുടെ ബെനിഫിറ്റ് കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഓക്കെ, ബിക്ക് ഇപ്പോൾ ഒന്നും കിട്ടാനില്ല. കാരണം ബി 100 രൂപ മുമ്പെങ്ങോ വാങ്ങിയതാണ്. എക്കിപ്പോൾ വാച്ച് കിട്ടും. അപ്പോൾ ഒരാളുടെ കൺസിഡറേഷൻ ഇവിടെയും പാസ്റ്റാണ്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നിയമത്തിൽ പറയപ്പെടുന്നത് കൺസിഡറേഷൻ മേ ബി പാസ്റ്റ് എന്നാണ്. ഓക്കെ, ദ നെക്സ്റ്റ്, വാട്ട് ഈസ് പ്രസൻറ്റ് കൺസിഡറേഷൻ? അത് സാധാരണ സംഭവിക്കുന്നത് പോലെ കൺസിഡറേഷൻ വിച്ച് മൂവ് സൈമൾട്ടേനിയസ്ലി വിത്ത് ദ പ്രോമിസ്. ഇറ്റ് ഈസ് കോൾഡ് പ്രസൻറ്റ് ഓർ എക്സിക്യൂട്ടഡ് കൺസിഡറേഷൻ. സാധാരണ ഞാൻ പറയാറുണ്ടല്ലോ, എൻ്റെ പെന്ന് 10 രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കുകയാണ്. ഇതൊരു പ്രസൻറ്റ് കൺസിഡറേഷനാണ്. നിങ്ങൾക്ക് പേന ലഭിക്കും, എനിക്ക് 10 രൂപ ലഭിക്കും. സൈമൾട്ടേനിയസ്ലി 10 രൂപ തരുന്നു, പേന തരുന്നു. സൈമൾട്ടേനിയസ്ലി, ദാറ്റ് ഈസ് പ്രസൻറ്റ് കൺസിഡറേഷൻ. രണ്ടും ഒന്നിച്ചാണ്. ഈച്ച് പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ഗെറ്റ്സ് ബെനിഫിറ്റ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്ത് 2 പേർക്കും കൺസിഡറേഷൻ ലഭിക്കുന്ന അവസ്ഥയാണ് പ്രസൻറ്റ് കൺസിഡറേഷൻ. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് ഫ്യൂച്ചർ കൺസിഡറേഷൻ. വാട്ട് ഈസ് ഫ്യൂച്ചർ കൺസിഡറേഷൻ? ഫ്യൂച്ചർ കൺസിഡറേഷൻ എന്ന് പറയുന്നത് വെൻ ദ കൺസിഡറേഷൻ ഈസ് ടു മൂവ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്, ഇറ്റ് ഈസ് കോൾഡ് ഫ്യൂച്ചർ ഓർ എക്സിക്യൂട്ടറി കൺസിഡറേഷൻ. ഓക്കെ, ഇതുകൊണ്ട് കരാർ വാലിഡ് അല്ല എന്ന് പറയാൻ കഴിയില്ല. കൺസിഡറേഷൻ മേ ബി ഫ്യൂച്ചർ കൺസിഡറേഷൻ ഉള്ളത് കൊണ്ട് കരാർ വാലിഡ് തന്നെയാണ്. ഒരു വാഗ്ദാനം, ഒരു പ്രോമിസ് ഉണ്ടാക്കുകയാണ്. ജനുവരി 1-ാം തീയതി നിങ്ങളുടെ പ്രോപ്പർട്ടി എനിക്ക് തരണം, അതിന് പകരം ഒരു 10,000 റുപ്പീസ് ഞാൻ നിങ്ങൾക്ക് നൽകും. ഡിസംബർ 15-ാം തീയതിയാണ് കരാറുണ്ടാക്കുന്നത്. ജനുവരി 1-ന് ഇങ്ങനെ ഒരു കൈമാറ്റം സാധ്യമാക്കുന്നതുമായി സംബന്ധിച്ച് കരാർ ഈസ് വാലിഡ്. ഹിയർ കൺസിഡറേഷൻ ഈസ് ഫ്യൂച്ചർ. 2 ആളുകൾക്കും ബെനിഫിറ്റ് ലഭിക്കാൻ പോകുന്നത്, അവരുടെ പ്രതിഫലം ലഭിക്കാൻ പോകുന്നത് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്, ജനുവരി 1-നാണ്. ഇവിടെയും കരാറ് വാലിഡാണ്. കാരണം നിയമം അനുശാസിക്കുന്നത് കൺസിഡറേഷൻ മേ ബി അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. ഇതാണ് കൺസിഡറേഷനുമായി ബന്ധപ്പെട്ട 1-ാമത്തെ റൂള്. അണ്ടർലൈൻ ദ സെൻറ്റൻസ്. കൺസിഡറേഷൻ മേ ബി പ്രസൻറ്റ്, പാസ്റ്റ് ഓർ ഫ്യൂച്ചർ. ഓക്കെ, ഓർമ്മിക്കുക, ഇംഗ്ലീഷ് ലോ പ്രകാരം പാസ്റ്റ് കൺസിഡറേഷൻ വാലിഡ് അല്ല. ഓക്കെ, അണ്ടർ ദ ഇംഗ്ലീഷ് ലോ പാസ്റ്റ് കൺസിഡറേഷൻ ഈസ് നോ കൺസിഡറേഷൻ. പാസ്റ്റ് കൺസിഡറേഷനെ ഒരു കൺസിഡറേഷനായിട്ട് പരിഗണിക്കുന്നില്ല ഇവിടെ ഇംഗ്ലീഷ് ലോ പ്രകാരം. ക്ലിയർ? ദ നെക്സ്റ്റ് ആൻഡ് സെക്കൻഡ് റൂൾ റിഗാർഡിംഗ് കൺസിഡറേഷൻ ഈസ് desire of the promiser is essential for a valid contract. Desire of the promiser is essential for a valid contract. ഒരു കരാറിൻ്റെ നിയമസാധുതയ്ക്ക് പ്രോമിസറുടെ ആഗ്രഹം അത്യാവശ്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ സ്വയം താൽപ്പര്യം, റിക്വസ്റ്റ്, അത് അത്യാവശ്യമാണ്. An act done without any request is a voluntary act. ആവശ്യപ്പെടാതെ ചെയ്ത കാര്യത്തിന് സ്വമേധയാ ചെയ്ത കാര്യം എന്നാണ് നമ്മൾ പറയുക. And does not come within the definition of consideration. ഒരാൾ സ്വമേധയാ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് കൺസിഡറേഷൻ്റെ പരിധിയിൽ വരുന്നില്ല. അതിനെ നമ്മൾക്ക് കൺസിഡറേഷനായിട്ട് നിർവചിക്കാൻ സാധിക്കില്ല. ഉദാഹരണത്തിന്, എ നടന്നു പോകുന്ന സമയത്ത് ബിയുടെ വീട് തീപിടിച്ച് കിടക്കുന്നതായിട്ട് കണ്ടു. സ്വാഭാവികമായിട്ടും സ്വമേധയാ ഒരു പ്രവർത്തനം അവിടെ നടക്കും. എ ചാടി ചെന്ന് ബിയുടെ വീട് തീ അണച്ചു. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് എക്ക് 500 രൂപ ചിലവ് വന്നു. എയുടെ ഷർട്ടൊക്കെ ആകെ തീപിടിച്ച് 500 രൂപയുടെ ഒരു ചിലവ് എക്ക് സംഭവിച്ചു.
A will not get the amount because the act done by him is not at the request of B. B കണ്ടറിഞ്ഞ് എന്തെങ്കിലും കൊടുത്തെങ്കിൽ കൊടുത്ത്, B ഒന്നും തന്നെ തന്നില്ല എങ്കിൽ എക്ക് നഷ്ടപരിഹാരമായിട്ട് 500 രൂപ ആവശ്യപ്പെടാൻ കഴിയില്ല. കാരണം ഇവിടെ എയും ബിയും തമ്മിൽ യാതൊരു കരാറും ഉണ്ടായിട്ടില്ല. കാരണം ഇവിടെ എയുടെ പ്രവർത്തനം ബിയുടെ റിക്വസ്റ്റ് മൂലം ഉണ്ടായതല്ല, സ്വമേധയാ ഉണ്ടായതാണ്. ഓക്കെ, നിയമം ഇതാണ്. ഡിസയർ ഓഫ് ദ പ്രോമിസർ ഈസ് എസെൻഷ്യൽ ഫോർ എ വാലിഡ് കോൺട്രാക്റ്റ്. ഓക്കെ, ബിയുടെ വീടിന് തീപിടിച്ചപ്പോൾ എ സ്വമേധയാ തീയണച്ചതാണ്, ബി ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. സോ ഇവിടെ എക്ക് പണം തിരിച്ചു കിട്ടാൻ അവകാശമില്ല. ഓക്കെ, ദാറ്റ് ഈസ് ദ സെക്കൻഡ് പോയിന്റ്. ഡിസയർ ഓഫ് ദ പ്രോമിസർ ഈസ് എസെൻഷ്യൽ ഫോർ എ വാലിഡ് കോൺട്രാക്റ്റ്. ദ നെക്സ്റ്റ് വൺ ഈസ് കൺസിഡറേഷൻ മസ്റ്റ് നോട്ട് ബി വെയ്ഗ് ഓർ ഇല്യൂസറി. ഇറ്റ് മസ്റ്റ് ബി റിയൽ. ഇറ്റ് മസ്റ്റ് ഹാവ് സം വാല്യൂ ഇൻ ദ ഐസ് ഓഫ് ലോ. നിയമത്തിൻ്റെ മുമ്പിൽ ഒരു മൂല്യം ഉണ്ടായിരിക്കണം. കൺസിഡറേഷൻ, പ്രതിഫലം പറയാൻ പറ്റുന്നതായിരിക്കണം, കൃത്യമായിരിക്കണം. ഇറ്റ് മസ്റ്റ് നോട്ട് ബി വേഗ് ഓർ ഇല്യൂസറി. അവ്യക്തമാവാൻ പാടില്ല, റിയൽ ആയിരിക്കണം. ദാറ്റ് ഈസ് ദ തേർഡ് റൂൾ റിഗാർഡിംഗ് കൺസിഡറേഷൻ. ഉദാഹരണത്തിന്, എ agrees to sell his house to B freely. A agrees to give some amount to B if he sell his house to A. ഇങ്ങനെയൊക്കെ. ഓക്കെ, സം എമൗണ്ട്, ഫ്രീലി, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺസിഡറേഷൻ അല്ല. ഒരു തുകക്ക്, ഒരു പൈസക്ക് തരാം, എത്ര എന്ന് പറയുന്നില്ല. എൻ്റെ വീട് ഒരു തുകക്ക് ഞാൻ നിങ്ങൾക്ക് വിൽക്കാം, അല്ല എങ്കിൽ ഫ്രീലി വിൽക്കാം, അങ്ങനെയില്ല. എമൗണ്ടിലൊരു കൃത്യത വേണം, അവ്യക്തമാവാൻ പാടില്ല, റിയലായിരിക്കണം. ഓക്കെ, നിയമത്തിൻ്റെ മുമ്പിൽ ഒരു മൂല്യം കാണിക്കാൻ വേണ്ടി സാധിക്കണം. എന്നാൽ മാത്രമേ കൺസിഡറേഷനായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ. ഇതാണ് തേർഡ് റൂൾ റിഗാർഡിംഗ് കൺസിഡറേഷൻ, ദ വാലിഡിറ്റി ഓഫ് കൺസിഡറേഷൻ. The next rule is consideration need not be adequate. It may be nominal. Okay, കൺസിഡറേഷൻ ആഡിക്വേറ്റ് ആവണമെന്നില്ല. 1 കോടി രൂപയുടെ സാധനം 1000 രൂപക്ക് വിൽക്കാം, നോ പ്രോബ്ലം, കോൺട്രാക്റ്റ് ഈസ് വാലിഡ്. ഓക്കെ, 1 രൂപക്ക് വേണമെങ്കിലും വിൽക്കാം, കൺസിഡറേഷൻ ഉണ്ടായാൽ മതി, ആഡിക്വേറ്റ് ആവണമെന്നില്ല. ഓക്കെ, ഇറ്റ് മേ ബി നോമിനൽ, കൺസിഡറേഷൻ ഉണ്ടാവണം എന്നേ ഉള്ളൂ, അത് ആഡിക്വേറ്റ് ആവണമെന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ സം എമൗണ്ട് എന്നൊന്നും പറഞ്ഞാൽ പോരാ. 1 rupee, 5 rupees, 10 rupees, 100 rupees, 1000 rupees, ഇങ്ങനെ കൃത്യമായ രീതിയിൽ കൺസിഡറേഷൻ പറയപ്പെടണം. ഇറ്റ് മസ്റ്റ് ഹാവ് വാല്യൂ ഇൻ ദ ഐസ് ഓഫ് ലോ. ദാറ്റ് ഈസ് ദ റൂൾ. അല്ലാതെ ആഡിക്വേറ്റ് ആവണമെന്ന് എവിടെയും പറയുന്നില്ല. അറ്റ് ദ ഡിസയർ ഓഫ് ദ പാർട്ടീസ് they can sell their own properties at any value. Value should be there, consideration should be there, but it may not be adequate. It may be nominal. കൺസിഡറേഷൻ ഉണ്ടാവണമെന്നേ ഉള്ളൂ, അത് ആഡിക്വേറ്റ് ആവണമെന്ന് നിയമം അനുശാസിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ 1,00,000 രൂപയുടെ സാധനം 1 രൂപയ്ക്ക് വിൽക്കാം, കരാറാണ്, കരാറ് വാലിഡാണ്. Clear. The next rule is consideration must not be illegal, immoral or opposite to public policy. കൺസിഡറേഷൻ ഇല്ലീഗൽ ആവാൻ പാടില്ല, ഇമ്മോറൽ ആവാൻ പാടില്ല, അതേപോലെ പബ്ലിക് പോളിസിക്ക് എതിരാവാനും പാടില്ല. അത്തരം കരാറുകൾ, അത്തരം കൺസിഡറേഷൻ ഉള്ള കരാറുകൾ വാലിഡ് അല്ല,
വോയിഡാണ്. ഉദാഹരണത്തിന് എ തൻ്റെ വീട് ബിക്ക് വാടക കൊടുക്കുകയാണ്. മന്ത്ലി റെൻ്റ് ഓഫ് റുപ്പീസ് സപ്പോസ് 10,000. ഒരു 10,000 രൂപയ്ക്ക് എ തൻ്റെ വീട് ബിക്ക് വാടക കൊടുക്കാമെന്ന് ഏറ്റു. ഫോർ കണ്ടക്ടിങ് പ്രോസ്റ്റിറ്റ്യൂഷൻ എ കനോട്ട് റിക്കവർ റെൻ്റ് ഫ്രം ബി. ഒരു നിയമവിരുദ്ധമായ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്സ് റാക്കറ്റുകൾക്ക് വാടക കൊടുത്തു വീട് ഫോർ എ പ്രോസ്റ്റിറ്റ്യൂഷൻ ബിസിനസ്. നിയമവിരുദ്ധമാണല്ലോ, ഇല്ലീഗലാണ്, ഇമ്മോറലാണ്. ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി. അങ്ങനെയാവുമ്പോൾ ഒരു മാസം തികഞ്ഞു കഴിഞ്ഞാൽ എ കനോട്ട് റിക്കവർ റെൻ്റ് ഫ്രം ബി. എക്ക് റെൻ്റ് കിട്ടാൻ വേണ്ടി കേസ് കൊടുക്കാനോ ബിയെ സമീപിക്കാനോ കഴിയില്ല. കാരണം ഇവിടെ എയും ബിയും തമ്മിൽ കരാർ ഉണ്ടായിട്ടില്ല. കാരണം ഇവിടെ കൺസിഡറേഷൻ ഇല്ലീഗലാണ്, ഇമ്മോറലാണ്, ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസിയാണ്. ഓക്കെ, ദ നെക്സ്റ്റ് റൂൾ ഈസ് കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദ പ്രോമിസി ടു എനി അതർ പേഴ്സൺ. കൺസിഡറേഷൻ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളിൽ നിന്നും മൂന്നാമതൊരാളിലേക്ക്, തേർഡ് പാർട്ടിയിലേക്ക് മൂവ് ചെയ്യൽ അനുവദനീയമാണ്, നിയമ സാധുതയുള്ളതാണ്. അതെങ്ങനെ? ഉദാഹരണത്തിന് എ ബിക്ക് തൻ്റെ വീട് വിൽക്കാമെന്ന് ഉറപ്പ് കൊടുത്തു. റുപ്പീസ് സപ്പോസ് 10 lakhs. 10 ലക്ഷം രൂപയ്ക്ക് തൻ്റെ വീട് ഞാൻ നിങ്ങൾക്ക് വിൽക്കുമെന്ന് ബിയോട് പറഞ്ഞു. എ ആണ് പറയുന്നത്. എന്നാൽ സി എഗ്രീസ് ടു പേ ദ മണി ടു എ. ഇവിടെ പണം കൊടുക്കുന്നത് ആരാ? എക്ക് 10 ലക്ഷം രൂപ കൊടുക്കുന്നത് സി ആണ്. ഓക്കെ, എന്നതുകൊണ്ട് കരാർ സാധ്യമല്ല എന്ന് പറയരുത്. കരാർ ഇവിടെ വാലിഡാണ്, നിയമസാധുതയുള്ളതാണ്. കാരണം ഇവിടെ ഒരു വാലിഡ് കൺസിഡറേഷൻ ഉണ്ട്. എ സ്ട്രേഞ്ചർ ടു ദ കോൺട്രാക്ട് സി ആൻഡ് കോൺട്രാക്ട് ഈസ് വാലിഡ്. കരാറിൽ പാർട്ടി അല്ല സി. കരാറിലെ പാർട്ടികൾ എയും ബിയും ആണ്. എ തൻ്റെ വീട് വിൽക്കുമെന്ന് ബിയോടാണ് വാഗ്ദാനം ചെയ്തത്. എ ആണ് ഓഫറർ, ബി ആണ് ഓഫറി. എന്ന് വെച്ചിട്ട് ഇവിടെ കരാറില്ല എന്ന് പറയാൻ കഴിയില്ല. സി, വൺ ഓഫ് ദ സ്ട്രേഞ്ചർ ടു ദ കോൺട്രാക്ട്, ആണ് എക്ക് പണം കൊടുക്കുന്നത്. അതുകൊണ്ട് കരാറിന് യാതൊരു പോറലും സംഭവിക്കുന്നില്ല. നിയമം അനുശാസിക്കുന്നത് കൺസിഡറേഷൻ മേ ബി മൂവ് ഫ്രം ദ പ്രോമിസി ടു എനി അതർ പേഴ്സൺ. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് വാട്ട് ആർ ദ വേരിയസ് റൂൾസ് റിഗാർഡിംഗ് കൺസിഡറേഷൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ഷോർട്ടസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ രൂപത്തിൽ ചോദിക്കുന്നതാണ്. ക്ലിയർ ആയിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ സംശയങ്ങളും മറ്റും ചോദിച്ച് ഒന്നുകൂടെ കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ വളരെ കൃത്യമായ രീതിയിൽ നിയമമാണ്, അതിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്. ആ രൂപത്തിൽ വീഡിയോ കാണുക, ഉപയോഗപ്പെടുത്തുക. Let us see again with another topic in another video. ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായും രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.